കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശങ്ങളിരിക്കുന്ന ബാവ തമ്പുരാനെ, ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, റുവാദകൂഷ തമ്പുരാനെ, അപേക്ഷിക്കണമേ. തീരട്ടെ തീരട്ടെ, ഇത് ഞാൻ പിറക്കിക്കൊള്ളാം. മോനുകുട്ടാ, എല്ലാരും 3 ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി. 3 ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട്. ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തും. റോണിക്കുട്ടാ, അനി കൂടി പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേണേ കുറയ്ക്കാം, ഒരുപാട് കുറയ്ക്കാം. പക്ഷെ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. അനി എനക്കറിയാലോ, ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാ. ഇപ്പൊ ഇതില്ലാണ്ട് വയ്യ. ആനി, നീ ഇങ്ങനെ കരഞ്ഞ് മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കല്ലേ ആനി? മക്കളുടെ മുമ്പിൽ അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ പറയാം. മതിയോ മതിയോ ജോണി? രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം. അപ്പന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള്. ഇത്തവണയെങ്കിലും ഇത് നിൽക്കും. എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയല്ലേ എന്റെ കർത്താവേ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ചന്ത പെണ്ണുങ്ങൾക്ക് പോലും സന്ധ്യ കഴിയണം. പക്ഷേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലുമാകാം. ജോണിയുടെ വീട്ടിലെ അതൊക്കെ നടക്കൂ. അതെല്ലാവർക്കും അറിയാം, അവനും അറിയാം. അവനോ? ഏവൻ? നീ എന്താ നീ പറയണേ? കഞ്ഞി വിളമ്പ. ആർക്കറിയാമെന്നാ പറഞ്ഞേ? ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞേ? ആരാ അവിടെ വന്നേ? കേശവൻ. ഏത് കേശവൻ? പാലിയാരൻ കേശവൻ. ഇതാര്? ജോണിച്ചനോ? എന്താ ആ സമയത്ത്? നിന്റെ പെണ്ണുമ്പിള്ള എവിടാ? ജോണിച്ച, ആ ജോണിച്ച, നിങ്ങളെ ഒന്ന് പുറത്തോട്ട് വന്നേ. മക്കളെ കൂടെ വിളിച്ചോ. എന്താ ഇത്? നിന്റെ തന്ത എന്തേടാ? മൂത്ത കറവക്കാരൻ. എന്താ കുഞ്ഞെ? എല്ലാരെയും കൂടെ സൗകര്യത്തിനൊന്ന് കാണാൻ വന്നതാ. ഞങ്ങളെ ഇറങ്ങി വന്നേ. ജോണിച്ച, ജോണിച്ചൻ ഇത്തിരി കൂടിയിട്ടുണ്ട്. താനും വന്നേ, ഞാനൊന്ന് പറയട്ടെ. എടി പിള്ളേരെ കൂടെ അകത്ത് പോയേ. നിന്നേ പറയട്ടെ. നിങ്ങൾ ഇത്തിരി സംസാരിക്കാനുണ്ട്. മാറാ അവിടുന്ന്. ഞാൻ ഇല്ലാതിരുന്ന നേരത്ത്, അതും പട്ടാപ്പകല്,
ഇവൻ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭാര്യയെ പിടിച്ചു. എന്റെ മക്കള് തക്ക സമയത്ത് വന്നതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. വേണേ രഹസ്യമായിട്ട് 2 എണ്ണം തന്ന് നിന്റെ കണക്ക് തീർക്കാം. പക്ഷേ എന്റെ മക്കളുടെ മുമ്പില് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ അവമാനം തീരണമെങ്കിൽ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ നീ നാണം കെടണം. ഓട്ടി എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്നും ചെയ്യരുത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിച്ചാ കഴുത്തിയാൻ വെട്ടിക്കൊണ്ടുപോകും. പറഞ്ഞേ. എന്റെ പെണ്ണുമ്പിള്ളയുടെ പിള്ളേരും കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ട് അങ്ങനെ സുഖിച്ച് നടക്കാന്ന് വിചാരിക്കണ്ടേ? മനസ്സിലായില്ല? എന്നെ പള്ളിയിലെ ബിസിനസ് നിന്ന് പറഞ്ഞു വിട്ട് വണ്ടി ഷെഡി കയറ്റി ഞാൻ വീട്ടിൽ പോയി ചൊറി കുത്തിയിരുന്നോളാൻ. ആ കിഴവൻ കത്തനാരും നിന്റെ ആ പഞ്ചാര അച്ഛനും കൂടി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാടി. നീയാണ് തുലച്ചത്. എന്റെ കച്ചവടം തുലച്ചത് നീ ഒരൊറ്റൊരുത്തിയാണ്. വഴി കിടന്ന് ഒച്ച വെക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ തമ്മിലായിക്കണം. അത് തന്നെ ചെയ്യാൻ പോണത്. നിന്റെ മറ്റവരോടെ ഒന്ന് പറഞ്ഞേക്ക് കേശവൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നതെന്ന്. തൊലി വെളുപ്പം കൊണ്ടേ അച്ഛന്മാരുടെ അടുത്ത് കളിക്കുന്ന പോലെ എല്ലാരും മയക്കാന്ന് വിചാരിക്കണ്ട. എടേ, ഞാൻ വിചാരിച്ച എന്റെ കൂടെയും കാണും ഞങ്ങളുടെ ജാതിപ്പെട്ട 10 പേര്. ഇപ്പൊ തന്നെ വിട്ടേക്കണം. കണക്കൊക്കെ ഞാൻ പിന്നെ തീർത്തോളാം. ഒരരയും 2 സോഡായി എളുപ്പം ഇങ്ങട്. ഗ്ലാസ് എന്താണടേ നിനക്കൊരു മരണവെപ്രാളോ? ഒളി ഒളി ഒഴിക്കട്ടെ. ഒഴി. എന്താ നിനക്ക് ഇത്ര ആക്രാന്തം? നിന്ന് നിപ്പിൽ ഇയാൾ അടിക്കാറില്ലല്ലോ. ഓ, ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മുതുവാതിരിക്ക് മുമ്പ് അങ്ങ് വീട്ടിലെത്തണ്ടേ? ഇരുട്ടുവാക്കിനെങ്ങനെ ആ കേശവന്റെ കൈ ചെന്ന് പെടണ്ട. ഒരു കാലും കൂടി അടിച്ച് വേഗം പൊയ്ക്കോ. പോടാ പോടാ. ഇനി അവൻ എന്റെ മുമ്പിൽ വരണമെങ്കിൽ 7 ജന്മം ജനിക്കണം. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട് വേണ്ടായിരുന്നു. സൂത്രത്തിൽ 2 പൊട്ടിക്കാനുള്ളതിന് പകരം ഇനി അവൻ വെറുതെ ഇരിക്കൂ. അല്ല, മൂർഖമ്പാമ്പിനെ നോവിച്ചാ പേടിക്കണം. ഇവൻ വെറും നീർക്കോലി. പോകാൻ പറയാവിടുന്നു. അത്താഴം മുടക്കാൻ ഇവൻ മതി. 2 കാലട്, ഒരു സോഡയും.